ഹായ് ഫ്രണ്ട്സ്, 100 ഡേ സ്റ്റഡി ചലഞ്ചിന്റെ 6ാമത്തെ ദിവസമാണ് ഇന്ന്. കേരള ജിയോഗ്രഫിയുടെ ആദ്യത്തെ ക്ലാസ് ആണ് ഇന്ന്. കേരളത്തിന്റെ അടിസ്ഥാന വിവരങ്ങളാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. കേരളം അടിസ്ഥാന വിവരങ്ങൾ. കേരളത്തിന്റെ സ്ഥാനം ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ. കേരളത്തിന്റെ സ്ഥാനം വരുന്നത് ഇന്ത്യയുടെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്താണ്. അക്ഷാംശ സ്ഥാനം 8 ഡിഗ്രി 17 മിനിറ്റ് 30 സെക്കൻഡ് വടക്ക് മുതൽ 12 ഡിഗ്രി 47 മിനിറ്റ് 40 സെക്കൻഡ് വടക്ക് വരെയാണ്. രേഖാംശ സ്ഥാനം 74 ഡിഗ്രി 27 മിനിറ്റ് 47 സെക്കൻഡ് കിഴക്ക് മുതൽ 77 ഡിഗ്രി 37 മിനിറ്റ് 12 സെക്കൻഡ് കിഴക്ക് വരെയാണ്. ഇനി കേരളത്തിന്റെ വിസ്തീർണം. വിസ്തീർണത്തിൽ സംസ്ഥാനങ്ങൾക്കിടയിൽ കേരളത്തിന്റെ സ്ഥാനം 21ആണ്. ജമ്മു കാശ്മീർ കേന്ദ്രഭരണ പ്രദേശമായതോടു കൂടിയാണ് കേരളത്തിന്റെ സ്ഥാനം ഉയർന്നത്. കേരളത്തിന്റെ വിസ്തീർണം വരുന്നത് 38,863 ചതുരശ്ര കിലോമീറ്റർ ആണ്. മൈലിൽ പറയുകയാണെങ്കിൽ 15,005 സ്ക്വയർ മൈൽസ് ആണ് വരുന്നത്. ഇത് കേരളത്തിന്റെ വിസ്തീർണം ഔദ്യോഗിക വെബ്സൈറ്റ് പ്രകാരമാണ്. എന്നാൽ കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയ രേഖകൾ പ്രകാരം കേരളത്തിന്റെ വിസ്തീർണം വരുന്നത് 38,852 ചതുരശ്ര കിലോമീറ്റർ ആണ്. ഇന്ത്യൻ യൂണിയന്റെ ആകെ വിസ്തൃതിയുടെ എത്ര ശതമാനമാണ് കേരളം? 1.18% കേരളം വരുന്നത്. കേരളത്തിന്റെ തെക്ക് വടക്ക് ദൂരം 560 കിലോമീറ്റർ ആണ്. കേരളത്തിന്റെ കടൽ തീരം 580 കിലോമീറ്റർ ആണ്. എന്നാൽ 590 എന്നതും PSC ഉത്തരമായി പരിഗണിക്കാറുണ്ട്. ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് റിപ്പോർട്ട് പ്രകാരം 590 ആണ്. കേന്ദ്ര സർക്കാരിന്റെ ഏറ്റവും പുതിയ സർവേ പ്രകാരം കേരളത്തിന്റെ കടൽ തീരം 600.15 കിലോമീറ്റർ ആണ്. ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾക്കിടയിൽ കേരളത്തിന്റെ സ്ഥാനം 13ആണ്. ഇനി അതിർത്തികൾ നോക്കാം. വടക്ക് ഭാഗത്ത് കർണാടകയാണ്. തെക്ക് ഭാഗത്ത് തമിഴ്നാടാണ്. അതുപോലെ പടിഞ്ഞാറ് ഭാഗത്ത് അറബിക്കടലാണ്. കിഴക്ക് ഭാഗത്ത് സഹ്യപർവ്വത അല്ലെങ്കിൽ പശ്ചിമഘട്ടമാണ്. അപ്പോൾ വടക്ക് കർണാടക, തെക്ക് തമിഴ്നാട്, പടിഞ്ഞാറ് ഭാഗം അറബിക്കടൽ, കിഴക്ക് സഹ്യപർവ്വതം അല്ലെങ്കിൽ പശ്ചിമഘട്ടം. കേരളത്തിന്റെ കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന മലനിരയാണ് പശ്ചിമഘട്ടം. കേരളത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന കടലാണ് അറബിക്കടൽ. കേരളവുമായി അതിർത്തി പങ്കിടുന്ന 2 സംസ്ഥാനങ്ങളാണ് തമിഴ്നാടും കർണാടകയും. അത് ഈ ചിത്രം നോക്കിയാൽ മനസ്സിലാകും. ഇത് കർണാടകയാണ്. വയനാടിന്റെ മുകളിലോട്ട് അങ്ങോട്ട് കർണാടകയും താഴത്തോട്ട് തമിഴ്നാടുമാണ് വരുന്നത്. കേരളത്തിന്റെ തെക്ക് കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് തമിഴ്നാട്. കേരളവുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം തമിഴ്നാടാണ്. തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ജില്ലകൾ 9 ജില്ലകൾ തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്നുണ്ട്. വയനാട്, മലപ്പുറം, പാലക്കാട്, തൃശ്ശൂര്, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, കൊല്ലം, തിരുവനന്തപുരം എന്നീ ജില്ലകളാണ് തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്നത്. കേരളത്തിന്റെ വടക്ക് കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് കർണാടക. കർണാടകയുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ജില്ലകൾ 3 ജില്ലകളാണ്: കാസർഗോഡ്, കണ്ണൂര്, വയനാട്. തമിഴ്നാട്, കർണാടക എന്നീ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ലയാണ് വയനാട്. താലൂക്ക് സുൽത്താൻ ബത്തേരിയാണ്. അതുപോലെ ഗ്രാമപഞ്ചായത്ത് നൂൽപ്പുഴ ഗ്രാമപഞ്ചായത്താണ്. തമിഴ്നാട്, കർണാടക എന്നിവയുമായി അതിർത്തി പങ്കിടുന്ന ഗ്രാമമാണ് മുത്തങ്ങ. മറ്റ് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടാത്ത കേരളത്തിലെ ജില്ലകളാണ് ആലപ്പുഴ, കോട്ടയം, കോഴിക്കോട് ജില്ലകൾ. കേരളത്തിൽ പൂർണ്ണമായും കരയാൽ ചുറ്റപ്പെട്ട് സ്ഥിതി ചെയ്യുന്ന 5 ജില്ലകളാണ് വയനാട്, പാലക്കാട്, ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട. അഥവാ കടൽ തീരമില്ലാത്ത 5 ജില്ലകളാണ് വയനാട്, പാലക്കാട്, ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട എന്നിവ. സമുദ്ര അതിർത്തി ഇല്ലാത്തതും മറ്റു സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടാത്തതുമായ കേരളത്തിലെ ഏക ജില്ലയാണ് കോട്ടയം. കോട്ടയം ജില്ലയുടെ ചുറ്റും കേരളത്തിലെ ജില്ലകൾ മാത്രാണ്. മറ്റൊരു സംസ്ഥാനമായിട്ട് കോട്ടയം അതിർത്തി പങ്കിടുന്നില്ല. അതുപോലെ കടൽ തീരവും കോട്ടയത്തിനില്ല.
കേരളത്തിലെ ഒരു ജില്ലയുമായി മാത്രം അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ജില്ലകളാണ് തിരുവനന്തപുരം, കാസർഗോഡ്. കേരളത്തിന്റെ വടക്ക് ഭാഗത്തും അതുപോലെ തെക്ക് ഭാഗത്തുള്ള 2 ജില്ലകളാണ് ഇവ. ഇവ രണ്ടും ഓരോ ജില്ലകളുമായി മാത്രമേ അതിർത്തി പങ്കിടുന്നുള്ളൂ. കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന കേന്ദ്രഭരണ പ്രദേശത്തിന്റെ ഒരു ഭാഗമാണ് മാഹി. അതായത് പോണ്ടിച്ചേരി, പുതുച്ചേരിയുടെ ഭാഗമാണ് മാഹി എന്ന പ്രദേശം. അത് കേന്ദ്രഭരണ പ്രദേശമാണ്. കണ്ണൂർ ജില്ലയുമായും കോഴിക്കോട് ജില്ലയുമായും അതിർത്തി പങ്കിടുന്ന കേന്ദ്രഭരണ പ്രദേശമാണ് മാഹി. ഇനി നമുക്ക് ഭൂപ്രകൃതി നോക്കാം. ഭൂപ്രകൃതി അനുസരിച്ച് കേരളത്തെ 3ആയി തരം തിരിച്ചിരിക്കുന്നു. മലനാട്, ഇടനാട്, തീരപ്രദേശം. ആദ്യത്തേത് മലനാട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ഭൂപ്രകൃതി വിഭാഗമാണ് മലനാട് അഥവാ ഹൈലാൻഡ്. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 75 മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള പ്രദേശമാണ് മലനാട്. അപ്പൊ ശ്രദ്ധിക്കണം, സമുദ്രനിരപ്പിൽ നിന്ന് 75 മീറ്റർ ഉയരത്തിലാണ്, കിലോമീറ്റർ അല്ല, മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രദേശങ്ങളാണ് മലനാട് എന്ന് പറയുന്നത്. കേരളത്തിലെ ആകെ വിസ്തൃതിയുടെ എത്ര ശതമാനമാണ് മലനാട് വരുന്നത്? 48%. 18,650 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിലാണ് മലനാട് വ്യാപിച്ചു കിടക്കുന്നത്. കേരളത്തിൽ മലനാടിന്റെ ശരാശരി ഉയരം വരുന്നത് 900 മീറ്റർ ആണ്. കേരളത്തിന്റെ കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഭൂവിഭാഗമാണ് മലനാട്. വനങ്ങൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന കേരളത്തിലെ ഭൂപ്രദേശം മലനാടാണ്. കേരളത്തിലെ നദികളെല്ലാം ഉത്ഭവിക്കുന്ന ഭൂപ്രകൃതി മലനാടാണ്. മലനാട് പ്രദേശം ഉൾപ്പെടാത്ത ഏക ജില്ല ആലപ്പുഴ ജില്ലയാണ്. പശ്ചിമഘട്ടത്തിന്റെ ഭാഗമായി വരുന്ന കേരളത്തിലെ ഭൂവിഭാഗമാണ് മലനാട്. കേരളത്തിൽ സഹ്യപർവ്വത നിര എന്നറിയപ്പെടുന്ന പർവ്വതനിര പശ്ചിമഘട്ടമാണ്. പശ്ചിമഘട്ടത്തെ സഹ്യാദ്രി എന്നറിയപ്പെടുന്നത് മഹാരാഷ്ട്ര, ഗോവ, കർണാടക എന്നിവിടങ്ങളിലാണ്. അതായത് കേരളത്തിൽ പശ്ചിമഘട്ടത്തിനെ സഹ്യപർവ്വതം എന്നാണ് പറയുന്നത്. എന്നാൽ മഹാരാഷ്ട്ര, ഗോവ, കർണാടക എന്നീ ജില്ലകളിൽ സഹ്യാദ്രി എന്നാണ് പറയുന്നത്. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടിയാണ്. അതുപോലെ തെക്കേ ഇന്ത്യയിലെ രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടി മീശപ്പുലി മലയാണ്. എന്നാൽ ഇടുക്കിയിലാണ് മീശപ്പുലി മല സ്ഥിതി ചെയ്യുന്നത്. 2640 മീറ്റർ ആണ് ഉയരം, അഥവാ 8661 അടി ഉയരത്തിലാണ് മീശപ്പുലി മല സ്ഥിതി ചെയ്യുന്നത്. SCERT പാഠപുസ്തക പ്രകാരം രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടിയായിട്ട് തമിഴ്നാട്ടിലെ ദൊട്ടാബേട്ട എന്ന് പറയുന്ന കൊടുമുടി പറയാറുണ്ട്. ഇത് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഇത് 2637 മീറ്റർ ആണ് ഇതിന്റെ ഉയരം വരുന്നത്. കേരളത്തിലെ രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടി ചോദിച്ചാൽ അത് മീശപ്പുലി മലയാണ്. ഇത് പറയുന്നത് തെക്ക് ഭാഗത്ത്, ഇന്ത്യയുടെ തെക്കേ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നതിലാണ് ഈ ഒരു ഇത് വരുന്നത്. മീശപ്പുലി മല, അതുപോലെ ദൊഡ്ഡബേട്ട എന്ന ഈ രണ്ടെണ്ണം വരുന്നത്. ഇനി കേരളത്തിലെ രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടി മീശപ്പുലിമല ചില ഔദ്യോഗിക രേഖകൾ അഗസ്ത്യാർകൂടം എന്നും പരാമർശിക്കാറുണ്ട്. മീശപ്പുലിമല സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര പശ്ചിമഘട്ടമാണ്. സുഗന്ധവിളകൾക്ക് അനുയോജ്യമായ കാലാവസ്ഥയാണ് മലനാട്ടിലുള്ളത്. മലനാട്ടിൽ ധാരാളം മഴ ലഭിക്കുന്നു. മീശപ്പുലിമല ആനമലക്കും പളനിമലക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്നു. കേരളത്തിൽ മലനാട് പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന പ്രധാന കാർഷിക വിളകളാണ് തേയില, കാപ്പി, ഏലം, കുരുമുളക്, ഇഞ്ചി, മഞ്ഞൾ എന്നിവ. വയനാട് കൂർഗ് അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന പശ്ചിമഘട്ട മലനിരയിലെ ഭാഗമാണ് ബ്രഹ്മഗിരി കുന്നുകൾ. കേരളം, തമിഴ്നാട്, കർണാടക, വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ എന്നിവിടങ്ങളിൽ കാണപ്പെടുന്ന വനമണ്ണിൽ കൃഷി ചെയ്യുന്ന പ്രധാന വിളകളാണ് തേയില, കാപ്പി, സുഗന്ധദ്രവ്യങ്ങൾ എന്നിവ. വടക്ക് കിഴക്ക് സംസ്ഥാനങ്ങളിലും തേയില, കാപ്പി, സുഗന്ധദ്രവ്യങ്ങളൊക്കെ കൃഷി ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് പ്രധാനപ്പെട്ട ഭാഗത്തിലോട്ട് പോകാം. അഗസ്ത്യാർകൂടം അഥവാ അഗസ്ത്യമല. പശ്ചിമഘട്ടത്തിന്റെ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന മലനിരയാണ് അഗസ്ത്യാർകൂടം. സമുദ്രനിരപ്പിൽ നിന്നും അഗസ്ത്യാർകൂടത്തിന്റെ ഉയരം 1868 മീറ്റർ ആണ്, അഥവാ 6128.6 അടി ഉയരം. ഇന്ത്യയിലെ ആദ്യത്തെ ബയോളജിക്കൽ പാർക്ക് അഗസ്ത്യവനം ബയോളജിക്കൽ പാർക്കാണ്.
2016 യുനെസ്കോയുടെ മാൻ ആൻഡ് ബയോസ്ഫിയർ പ്രോഗ്രാമിൽ ലോക ജൈവമണ്ഡല ശൃംഖലയിൽ ഉൾപ്പെടുത്തിയ ഇന്ത്യയിലെ ജൈവമേഖലയാണ് അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവ്. അപ്പോൾ ഈ യുനെസ്കോയുടെ ഒരു പ്രോഗ്രാമാണ് MAB, മാൻ ആൻഡ് ബയോസ്ഫിയർ എന്ന പ്രോഗ്രാം. അപ്പോൾ 2016 അഗസ്ത്യമല യുനെസ്കോയുടെ ബയോസ്ഫിയർ റിസർവ് പട്ടികയിൽ ഉൾപ്പെട്ടത്. സംരക്ഷിത ജൈവമണ്ഡല പദവി ലഭിക്കുന്ന ഇന്ത്യയിലെ 10ാമത്തെ ജൈവമണ്ഡലമാണ് അഗസ്ത്യമല. ആദ്യത്തേത് നീലഗിരി ബയോസ്ഫിയർ റിസർവ് ആണ്. അഗസ്ത്യാർകൂടത്തെ സംരക്ഷിത ജൈവ കേന്ദ്രമായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച വർഷം 2001 ആയിരുന്നു. അഗസ്ത്യാർകൂടം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട് താലൂക്കാണ്. അഗസ്ത്യമലയിൽ നിന്നും ഉത്ഭവിച്ച് കിഴക്കോട്ടൊഴുകി മാന്നാർ ഉൾക്കടലിൽ പതിക്കുന്ന നദിയാണ് താമ്രപർണി നദി. തമിഴ്നാട്ടിലെ താമ്രപർണി നദി മാന്നാർ ഉൾക്കടലിലാണ് പതിക്കുന്നത്. അത് അഗസ്ത്യമലയിൽ നിന്നുമാണ് ഉത്ഭവിക്കുന്നത്. അഗസ്ത്യമലയിൽ നിന്നും ഉത്ഭവിച്ച് പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളാണ് കരമന, നെയ്യാർ എന്നീ നദികൾ. അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമായിട്ടുള്ള വന്യജീവി സങ്കേതങ്ങളാണ് നെയ്യാറ്, പേപ്പാറ, ശെന്തുരുണി വന്യജീവി സങ്കേതങ്ങൾ. അഗസ്ത്യാർകൂടം ട്രെക്ക് ചെയ്ത ആദ്യ വനിതയാണ് ധന്യ സനൽ. അഗസ്ത്യമലയിൽ മാത്രം കാണപ്പെടുന്ന വംശനാശഭീഷണി നേരിടുന്ന സസ്യമാണ് ആരോഗ്യപച്ച അഥവാ ട്രൈക്കോപ്പസ് സൈലാനിക്കസ്. ഇതിൽ നിന്ന് ജീവനി എന്ന ഔഷധം വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അഗസ്ത്യമലയിൽ മാത്രം കാണുന്ന ഒരു സസ്യമാണ് ഇത്. ഇത് വംശനാശഭീഷണി നേരിടുന്ന ഒരു സസ്യമാണ്. ഇനി അടുത്തത് നമുക്ക് ആനമുടിയുടെ നോക്കാം. പശ്ചിമഘട്ട മലനിരയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയാണ് ആനമുടി. ഹിമാലയത്തിന് തെക്ക് ഏറ്റവും ഉയരമുള്ള കൊടുമുടിയാണ് ആനമുടി. കേരളത്തിലെ ഏറ്റവും വലിയ കൊടുമുടിയാണ് ആനമുടി. ഇരവിക്കുളം ദേശീയോദ്യാനത്തിന്റെ തെക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന കൊടുമുടിയാണ് ആനമുടി. ഈ തെക്ക് വടക്ക് ഭാഗങ്ങള് ഇതൊക്കെ ക്വസ്റ്റ്യൻ ആയിട്ട് വരാറുണ്ട്. അപ്പൊ ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഇരവിക്കുളം ദേശീയോദ്യാനത്തിന്റെ തെക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന കൊടുമുടിയാണ് ആനമുടി. ആനമുടിയുടെ ഉയരം വരുന്നത് 2695 മീറ്റർ ആണ്, അഥവാ 8842 ഫീറ്റ് വരും ഇതിന്റെ ഉയരം. ആനമുടിയുടെ ഉയരം ആദ്യമായി രേഖപ്പെടുത്തിയത് ജനറൽ ഡഗ്ലസ് ഹാമിൽട്ടൺ ആണ്. 1862 ഇത് രേഖപ്പെടുത്തിയത്. ആനമുടി സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് ഇടുക്കി ജില്ല. ആനമുടി സ്ഥിതി ചെയ്യുന്ന പഞ്ചായത്താണ് മൂന്നാർ, ദേവികുളം താലൂക്കില്. ആനമുടിയുടെ വടക്ക് സ്ഥിതി ചെയ്യുന്നത് ആനമല അല്ലെങ്കിൽ അണ്ണാമലൈ എന്ന് പറയും. ആനമുടിയുടെ വടക്ക് കിഴക്ക് സ്ഥിതി ചെയ്യുന്ന മലനിരയാണ് പളനിമല. ആനമുടിയുടെ തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന മലനിരയാണ് ഏലമല. പശ്ചിമഘട്ടത്തിലെ അണ്ണാമല നിരകളിലാണ് ആനമുടി സ്ഥിതി ചെയ്യുന്നത്. ആനമല, പളനിമല, ഏലമല എന്നിവ സംഗമിക്കുന്നത് ആനമുടിയിലാണ്. ആനമലയുടെ വടക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പ്രധാന സുഖവാസ കേന്ദ്രമാണ് നീലഗിരി. അടുത്തത് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ആനമുടി. ഇത് ആനമുടിയുടെ വിശേഷണങ്ങളാണ്. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയും ആനമുടിയാണ്. ഹിമാലയത്തിന് തെക്കോട്ട് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടിയാണ്. ദക്ഷിണേന്ത്യയിലെ എവറസ്റ്റ് എന്നറിയപ്പെടുന്നത് ആനമുടിയാണ്. അപ്പോൾ ഇന്ന് ഞാൻ ഇത്രയും ഭാഗത്ത് നിന്നാണ് പഠിച്ചത്. താങ്ക് യു.